ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ് വി വിനോദ് കാണിച്ചത്. ഓൺലൈൻ തട്ടിപ്പ് നമുക്കറിയാം, ഈ സമ്പന്നരും ഈ സ്വാധീനമുള്ളവരുമൊക്കെ ഇതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെട്ടു പോകും. നമ്മൾ ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം സാധാരണക്കാർ ഇത്തരം കബളിപ്പിക്കപ്പെടല്ലേ? ഇപ്പോൾ ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ടായാലും ഈ പറഞ്ഞതുപോലെ കാർഡുമായി ബന്ധപ്പെട്ടാലും ക്രെഡിറ്റ് കാർഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വെർച്വൽ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതിയൊക്കെ ആയാലും അവർ തിരിച്ചു വരിക എന്ന് പറയുന്നത്. കാരണം അവർ ആയുഷ്കാല സമ്പാദ്യമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. പിന്നീട് അവരുടെ കുടുംബത്തെ കാത്ത് സംരക്ഷിക്കണം. ഈ നഷ്ടം അതെങ്ങനെ പരിഹരിക്കുമെന്ന ഉള്ള വല്ലാത്തൊരു മനപ്രയാസം. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് മറ്റു പല മാർഗങ്ങളും പലരും തേടുന്നത്. അത്തരമൊരു ഉദാഹരണമാണ് സച്ചിൻ ദേവ് എന്ന ആ മനുഷ്യന്റെ. തീരാ കണ്ണീരിലാണ് ആ കുടുംബം എന്ന് വളരെ കൃത്യമായി തന്നെ വി വിനോദ് റിപ്പോർട്ട് ചെയ്യായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കേട്ട ഒരു വാർത്തയാണ്, 2 ദിവസം മുൻപ് വന്ന ഒരു വാർത്തയാണ്. ആഗ്രയിൽ ഒരമ്മ ഹൃദയാഘാതം വന്ന് മരിച്ചു. മകൻ ഒരു പെൺവാണിഭ സംഘവുമായി ബന്ധപ്പെട്ട്, മകൾ ഒരു പെൺവാണിഭ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു വ്യാജ കോൾ വരികയും പിന്നീട് ഇത് അന്വേഷിച്ച് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തുവെങ്കിൽ പോലും ആ സമയത്ത് അതുണ്ടാക്കിയ ആഘാതം ആ അമ്മയ്ക്ക് ചെറുതായിരുന്നില്ല. അങ്ങനെ ആ ഒരു വേദനയിൽ ഹൃദയാഘാതം മൂലം മരിച്ച ഒരു അമ്മയുടെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു തട്ടിപ്പ് കൂടിയാണ് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ എന്നുകൂടി ചേർത്ത് വെക്കണം. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ് ആദ്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മൊത്തം ഉണ്ടാകുന്ന ഈ തട്ടിപ്പുകളുടെ ഒരു കണക്കാണ്. ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം 10% ആളുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത്ര എമൗണ്ട് മാത്രമാണ് തിരികെ കിട്ടുന്നത് എന്നുള്ള ആ ഒരു കണക്ക്. നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുണ്ട്, നമുക്ക് സൈബർ സെല്ലുകളുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ തട്ടിപ്പുകൾ തടയാനുള്ള ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യ ഉള്ളപ്പോൾ പോലും അവരെ കൂടെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘങ്ങൾ വിലസുന്നത് എന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. രഞ്ജിത്ത്, അത്യന്തം ഗൗരവമുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് രംഗങ്ങളുമായി ബന്ധപ്പെട്ട്, ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കാലം പുരോഗമിക്കുകയാണ്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ ഇടപാടുകളിലും ഉണ്ടാകുന്നു, ഡിജിറ്റലായി കാര്യങ്ങളെല്ലാം മാറുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ മറുവശമായി തട്ടിപ്പും അനുസ്യൂതം വളരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് സച്ചിദേവ് എന്ന ഒരു ഗൃഹനാഥന്റെ കുടുംബം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതൊരു ഉദാഹരണമാണ്. പല തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കൂട്ട ആത്മഹത്യകൾ പോലും സംഭവിച്ച കാര്യങ്ങൾ, അത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾ ഒരു ജില്ലയിൽ മാത്രമല്ല പല ജില്ലകളിൽ. അതിൽ ഒരു കാര്യമാണ് നമ്മൾ സച്ചിദേവിൻ്റെ കുടുംബം ഒരു ഉദാഹരണമായി നമ്മൾ എടുക്കുന്നത്. 1 വർഷമായി ആ ഗൃഹനാഥൻ എവിടെയെന്ന് പോലും കുടുംബത്തിന് അറിയാത്ത അവസ്ഥയാണ്. 2 പെൺകുട്ടികളാണുള്ളത്. ഇളയ മകളുടെ വിവാഹത്തിന് തൊട്ട് മുൻപാണ് സച്ചിദേവിനെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ഇപ്പോൾ 1 വർഷമാകുന്നു. മധ്യപ്രദേശിൽ നിന്ന് ഏറ്റവും ഒടുവിൽ സംസാരിച്ചുവെന്നാണ് വീട്ടുകാർ മനസ്സിലാക്കുന്നത്. അതേസമയം സച്ചിദേവ് അവിടെ നിന്ന് പറഞ്ഞത് ബീഹാറിലേക്ക് എത്തിയെന്നതാണ്. നമ്മൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഒരു ആശുപത്രി ജീവനക്കാരനാണ്. ഭാര്യയും ഭർത്താവും ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഒന്നുമില്ല. ആരിൽ നിന്നും കടം വാങ്ങുകയോ ആ പണം കൊടുക്കാതിരിക്കുകയോ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലവുമില്ല. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം, ആവറേജ് കുടുംബം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ഈ ഓൺലൈൻ തട്ടിപ്പിലേക്ക് ചെന്ന് വീണത് എന്നത് ഇപ്പോഴും വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജിമെയിൽ പരിശോധിച്ചാണ് ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശ് വരെ എത്തിയെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ കളക്ഷൻ ഏജന്റുകളായി വന്ന ആളുകൾ അവർ ജെനുവിനാണോ, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണോ? നിരവധി ആപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റന്റ് മണി ആപ്പുകൾ സച്ചിദേവനെ കൊണ്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു എന്ന സംശയം കുടുംബം പങ്കുവയ്ക്കുന്നു. എന്തിനാണ് ഇത്രയധികം ആപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യിച്ചത്? അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇതിലെ ആളുകളുമായി സംസാരിച്ചു എന്ന് കരുതുന്ന സമയത്ത് 50,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആദ്യം പോകുന്നു. അതിനുശേഷം ഈ കോൺവെർസേഷൻ നടക്കുമ്പോൾ തന്നെ വീണ്ടും പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസ് എവിടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സെർച്ച് ചെയ്തതിൻ്റെ രേഖകൾ കിട്ടുന്നു. അതായത് തീർത്തും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം ചെന്നുപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രായപൂർത്തിയായ 2 പെൺമക്കളാണ്. ഒരു മകളുടെ വിവാഹം അടുക്കുന്നു. നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത്.